വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രാൻസ് വേഴ്സസ് ഓസ്ട്രിയ മാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നലെ വേറെയും കുറച്ച് മാച്ചുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ബെൽജിയം വേഴ്സസ് സ്ലോവാക്യ, അതുപോലെ റൊമാനിയ വേഴ്സസ് യുക്രൈൻ മാച്ചിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് റൊമാനിയക്ക് ഒരു അട്ടിമറി വിജയം നേടാൻ വേണ്ടി കഴിഞ്ഞു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് നൽകുന്ന ഒരു സംഗതിയാണ്. എനിവേ റൊമാനിയൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെന്തായാലും നോക്കി കാണേണ്ട ഒരു സംഗതിയാണത്. അപ്പോൾ ആ ഒരു മാച്ച് എനിക്ക് ഫുള്ളായിട്ട് കാണാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ ബെൽജിയം വേഴ്സസ് നമ്മുടെ സ്ലോവാക്യ മാച്ചും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ബെൽജിയം വേഴ്സസ് സ്ലോവാക്യ മാച്ച് കണ്ടെടുത്തോളം നോക്കുന്ന സമയത്ത് ലുക്കാക്കു ഒരുപാട് നല്ല ഓപ്പൺ ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലുക്കാക്കുവിൻ്റെ ചില ടച്ചസൊക്കെ വല്ലാണ്ട് കൂടിപ്പോകുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ കാരസ്കോയും ഡിബ്രൂയിനൊക്കെ നല്ല രീതിക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയും കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബെൽജിയത്തിൻ്റെ ഗോൾ കീപ്പർ നല്ല അടിപൊളി സേവൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. എനിവേ ബെൽജിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. പിന്നെ ഞാൻ ഈ അടുത്തൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽജിയം എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജിൽ ഔട്ടാവുന്നത്. ഇപ്പോൾ എനിക്ക് കളി കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. മിക്കവാറും അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ മയ്യത്താവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രാൻസ് വേഴ്സസ് ഓസ്ട്രിയ മാച്ചിലേക്ക് വരാം. ഫ്രാൻസ് വേഴ്സസ് ഓസ്ട്രിയ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം 1-0 വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ്. റിസൾട്ട് കിട്ടി, പക്ഷേ പെർഫോമൻസ് നമ്മൾ വിചാരിച്ച ലെവലിലേക്കൊന്നും വന്നില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഇപ്പം ഇതിനു മുമ്പുള്ള ആ ഒരു സെർബിയനായിട്ടുള്ള മാച്ച് നോക്കുന്ന സമയത്തും നമ്മൾ വിചാരിച്ച ലെവൽ ഓഫ് പെർഫോമൻസ്, ആ ഒരു ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി ഒന്നും അവരുടെ കാലിൽ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മാച്ച് തുടങ്ങി. ഒരു ടിപ്പിക്കൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് 11 തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ഇല്ല, ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. കാണ്ടെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് തന്നെ വരുന്നുണ്ട്. കാണ്ടിനെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഗ്രീസ്മാൻ ഉണ്ട്, അവിടെ എംബാപ്പെ ഉണ്ട്, മാർക്കസ് തുറാം ഉണ്ട്, ഡെംബലെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ മാച്ച് തുടങ്ങി ഒരു 10-15 മിനിറ്റൊക്കെ ഫ്രാൻസ് ആയിരുന്നു കൃത്യമായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഫ്രാൻസ് ട്രാൻസിഷനിൽ ഓസ്ട്രിയനെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 10-15 മിനിറ്റ് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രിയ നടത്താൻ ശ്രമിക്കുന്ന ബിൽഡപ്പുകൾ ബ്രേക്ക് ചെയ്തിട്ട് ഫ്രാൻസ് അത് അറ്റാക്കാക്കി മാറ്റുന്നുണ്ട്. അപ്പം നല്ല പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ്. ആ ഒരു സമയത്ത് ഗ്രീസ്മാൻ ആണെങ്കിലും റാബിയോട്ട് ആണെങ്കിലും ഡെംബലെ ആണെങ്കിലും എല്ലാവരും നല്ല രീതിക്കുള്ള ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ലെവൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. പലപ്പോഴും ഫ്രാൻസിൻ്റെ ഒരു അറ്റാക്ക് വരും. ഓസ്ട്രിയൻ്റെ അറ്റാക്കിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രിയ അത്യാവശ്യം നല്ല രീതിക്ക് മിഡ്ഫീൽഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ അറ്റാക്കിലേക്ക് വരുമ്പം ഓസ്ട്രിയക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും പ്രോപ്പറായിട്ട് ഷോട്ട് അടിക്കാനോ, വളരെ ചുരുക്കം ഷോട്ടുകൾ അവരുടെ നിന്ന് വന്നിട്ടുള്ളൂ. അതായത് പ്രോപ്പർ ഷോട്ടുകൾ, ത്രെറ്റ് ഉണ്ടാക്കുന്ന ഷോട്ടുകൾ വളരെ കുറവേ വന്നിട്ടുള്ളൂ. പിന്നെ അവർ സെക്കൻഡ് ഹാഫിൽ അർണോട്ടോവിച്ചിനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിലേക്കൊന്നും പ്രോപ്പർ സർവീസ് നടത്താൻ വേണ്ടി പറ്റുന്നില്ല. ഒരു പക്ഷേ അലാബന പോലത്തെ ബോൾസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സീൻ ഒന്നും കൂടി മാറി തന്നെ ചിലപ്പോൾ, നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, എനിവേ ആ ഒരു 10-15 മിനിറ്റിന് ശേഷം ഫ്രാൻസിൻ്റെ ഗ്രാഫ് കുത്തനെ താഴോട്ട് പോവുകയാണ്. ഡെംബലക്ക് കാര്യമായിട്ട് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. ഡെംബലെ ആ വിങ്ങിലൂടെ ഓടി വരുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ടേക്ക് ഓൺ ചെയ്യാനോ തൻ്റെ പേസ് യൂസ് ചെയ്തിട്ട് ഓപ്പണൻസിനെ മറികടക്കാനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ല. ഡെംബലെ ടോട്ടലി ഡൗൺ ആയിരുന്നു ഇന്നലത്തെ മാച്ചിൽ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ശരിക്കും ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഡെംബലിനെ പിൻവലിച്ചിട്ട് അവിടെ മറ്റൊരു പ്ലെയറെ കോമനെയോ അല്ലെങ്കിൽ നമ്മുടെ കോളോ മോവാനിനെ ആരെങ്കിലും ട്രൈ ചെയ്യണമായിരുന്നു. പക്ഷേ ദിദിയർ ദശാംസ് ആ ഒരു ഡിസിഷൻ വല്ലാണ്ട് ലാഗാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ തന്നെ ഫ്രാൻസിന് ഒരു ഗോളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഒരു ഓൺ ഗോളാണ്. അതായത് ഡെംബലെ ഒരു അറ്റാക്കിന് വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ ഫെയിലാവുന്നു. ബോൾ പിടിച്ചെടുത്തിട്ട് പിന്നീട് എംബാപ്പെ അറ്റാക്ക് ചെയ്യാണ്. എംബാപ്പെ നൈസായിട്ട് സ്റ്റെപ്പ് ഓവർ ചെയ്ത് ബോക്സിലേക്ക് കയറുന്നു, ഡിഫൻഡറെ മറികടന്നുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ക്രോസിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് വോബർ എന്ന ഡിഫൻഡർ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കവേ അത് പോസ്റ്റിലേക്ക് കയറുന്നു. ആ ഹെഡ് എന്തായാലും നല്ലൊരു മണ്ടത്തരായി പോയി. അത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിസ്റ്റേക്കല്ല. അപ്പോൾ ആ ഒരു ഗോളാണ് ഫ്രാൻസിന് വിജയം
നൽകിയിട്ടുള്ളത്. അല്ലാതെ ഫ്രാൻസിന് മാച്ചിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഒരു അറ്റാക്ക് ചെയ്യുന്നു, അറ്റാക്ക് വിങ്ങിൽ തട്ടിപ്പോകുന്നു, അങ്ങനെയാണ് കാര്യമായിട്ട് നടന്നുകൊണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് എംബാപ്പയ്ക്ക് കിട്ടിയ ചാൻസ് തന്നെയാണ്. എംബാപ്പയ്ക്ക് നല്ലൊരു ചാൻസ്, ആ ബോൾ കൊടുക്കുന്നത് ആരാണ്? റാബിയോട്ടാണ്. റാബിയോട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ബോൾ എംബാപ്പയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ആ ബോൾ എടുക്കുന്ന സമയത്ത് ഒരു 50-50 ബോളായിരുന്നു. സെൻറ്ററിൻ്റെ അപ്പുറത്ത് നിന്നാണ് ആ ബോൾ എടുക്കുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തും പേസും യൂസ് ചെയ്തിട്ട് ആ ബോൾ വിൻ ചെയ്യുന്നു. എന്നിട്ട് നല്ല സൂപ്പർ റണ്ണ് നടത്തുകയാണ്. എന്നിട്ട് വോബറെ മാറി കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് ഗോൾ കീപ്പറായിട്ടൊരു 1v1 സിറ്റുവേഷൻ. നമ്മളത് എംബാപ്പേൻ്റെ ക്വാളിറ്റി വെച്ച് എന്തായാലും ഗോളാവുമെന്ന് വിചാരിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എംബാപ്പേൻ്റെ ഷോട്ട് പുറത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അത് കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. കാരണം എംബാപ്പെ അത് മിസ് ചെയ്യുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും വലിയൊരു മിസ്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ ഗോളും കൂടി അടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു ഫ്രാൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഒരു ഗോളിൻ്റെ വിജയം, അതും ഒരു ഓൺ ഗോളിൻ്റെ വിജയം. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അവരെ ഹാപ്പിയാക്കുന്ന ഒരു ഫാക്റ്റല്ല. അപ്പോൾ ഇന്നലെ അതാണ് ഇവരെ ഫൈനൽ തേർഡിൻ്റെ ഒരു പെർഫോമൻസ്. ഇപ്പോൾ മാർക്കസ് തുറാം പിന്നെയും കുറച്ചുകൂടെ ത്രെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എംബാപ്പയും കുറച്ച് ത്രെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെമ്പലെ വട്ടപൂജയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഡെമ്പലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ എംബാപ്പനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ തിയോ ഹെർണാണ്ടസ് വല്ലാണ്ട് ഹയർ അപ്പ് ദ പിച്ച് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിൽ ഒരു വാക്കൻറ്റ് സ്പേസ് വരും. ആ വാക്കൻറ്റ് സ്പേസൊക്കെ പലപ്പോഴും എംബാപ്പെ പോയിട്ട് കവർ ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ നമ്മൾ ഡിഫൻസ് നോക്കുമ്പോൾ ഫ്രാൻസിൻ്റെ ഡിഫൻസ് അവർ ഗോളൊന്നും കൺസീഡ് ചെയ്തിട്ടില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കൂണ്ടേൻ്റെ അടുത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒഫൻസീവ് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. അത് കൂണ്ട അത്തരത്തിലുള്ളൊരു പ്ലെയറാണ്. കൂണ്ട ഒരു നാച്ചുറൽ റൈറ്റ് ബാക്ക് അല്ല, അതുകൊണ്ട് നമുക്ക് അതിലധികമൊന്നും പ്രതീക്ഷിക്കാനും വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് മിഡ്ഫീൽഡിൽ എൻഗോളോ കാൻഡെ എന്ന മനുഷ്യൻ്റെ പെർഫോമൻസാണ്. എൻഗോളോ കാൻഡെ ഒരു ചെറിയ പീരീഡിന് ശേഷമാണ് ഫ്രാൻസ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. എനിവേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. മറ്റൊരു കാൻഡെ മാസ്റ്റർ ക്ലാസ് ആണ് ഇന്നലെ നമ്മൾ ഫ്രാൻസിൻ്റെ മാച്ചിൽ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ബോൾ വിൻ ചെയ്യുന്നു, ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകുന്നു, ടാക്കിൾ ചെയ്യുന്നു. എപ്പോഴൊക്കെ ടീമിന് ബാലൻസ് വേണം അത് കൃത്യമായിട്ട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം റാബിയോട്ട് പലപ്പോഴും കുറച്ച് ഡൗൺ ആയപ്പോഴും ടീം ടോട്ടലി ഡൗൺ ആയപ്പോഴും ടീമിനെ താങ്ങി നിർത്തിയ ഫാക്ടർ എന്ന് പറയുന്നത്, ഡിഫെൻസീവ്ലി ആൻഡ് ഒഫൻസീവ്ലി താങ്ങി നിർത്തിയ ഫാക്ടർ എന്ന് പറയുന്നത് എൻഗോളോ കാൻഡെയാണ്. കാൻഡെ കൃത്യമായിട്ട് പാസസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫൈനൽ തേർഡിലേക്ക് പോയിട്ട് കൃത്യമായിട്ട് ബോൾ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലും ലിങ്ക് പ്ലേ നടത്തുന്ന കാര്യത്തിലൊക്കെ കാൻഡെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ഡിഫെൻസീവ് ഇൻ്റർവെൻഷൻസ്, അതായത് എസ്പെഷ്യലി 84th മിനിറ്റിൽ ഓസ്ട്രിയക്ക് ഒരു ലോങ് ബോൾ വരുന്നുണ്ട് ഓസ്ട്രിയൻ സ്ട്രൈക്കറുടെ അടുത്തേക്ക്. പക്ഷേ അത് ഭയങ്കര തന്ത്രപരമായിട്ട് നമ്മുടെ കാൻഡെ പോയിട്ട് ഇൻ്റർസെപ്ഷൻ നടത്തി ബോൾ വിൻ ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അത് ഒരു ഗ്രേറ്റ് മൂമെൻ്റ് ആയിരുന്നു. ആരാണ് കാൻഡെ എന്ന് ഒന്നുകൂടെ കാണിച്ചു തന്ന ഒരു മൂമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ആ പഴയ കാൻഡെ ഇപ്പോഴും അവിടെ ഉണ്ട്, ആ എനർജി ഉണ്ട് ശരീരത്തിൽ, ആ കളിയുണ്ട് കാലിൽ നിന്ന് കാണിച്ചു തന്നൊരു മാച്ചാണ് ഇന്നലത്തെ ഓസ്ട്രിയ വേഴ്സസ് ഫ്രാൻസ് മാച്ച് എന്നുള്ളത്. അപ്പോൾ കാൻഡെയാണ് ഇന്നലെ മാൻ ഓഫ് ദ മാച്ചായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. കാൻഡേൻ്റെ പെർഫോമൻസ് ആണ് ഇന്നലെ ഫ്രാൻസിൻ്റെ താങ്ങി നിർത്തിയിട്ടുള്ളത്, അവർ ഒഫൻസീവ്ലി തളർന്നു പോയെങ്കിലും. അപ്പോൾ കാൻഡേൻ്റെ എനർജിക്കൊന്നും ഒരു കുറവില്ല, വല്ലാത്ത ജാതി മനുഷ്യൻ തന്നെയാണ് കാൻഡെ ഇപ്പോഴും. ഓക്കെ, അപ്പം മറ്റൊരു കാൻഡെ മാസ്റ്റർ ക്ലാസ്സും കൂടി നമ്മൾ ഇന്നലെ കണ്ടു. പിന്നെ നമ്മൾ ഓസ്ട്രിയൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഓസ്ട്രിയ അത്യാവശ്യം നല്ല കളിയായിരുന്നു. ഫൈനൽ തേർഡിലേക്ക് പോകുന്ന സമയത്ത് അവർ വല്ലാണ്ട് നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അവരുടെ 19ാം നമ്പർ ജേഴ്സി അണിഞ്ഞ താരത്തിന് നല്ലൊരു ചാൻസ് സാബിറ്റ്സർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് മാഗ്നൻ സേവ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ അർണോട്ടോവിച്ചൊക്കെ വന്നപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ഡെലിവറി കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഫൈനൽ തേർഡിലേക്ക് വരുമ്പം അവരുടെ പെർഫോമൻസ് ഭയങ്കര ഓഫുള്ളായിരുന്നു. പിന്നെ കുറച്ചേ പറയാനുള്ളൂ, എനിക്ക് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിട്ട് തോന്നി. കാരണം നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഫ്രാൻസ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഓസ്ട്രിയൻ്റെ മേലിൽ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ ലെയ്മറൊക്കെ നല്ല കളിയായിരുന്നു. ടോട്ടലി ഓസ്ട്രിയ അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അറ്റാക്കിംഗ് വൈസ് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അവർ അറ്റാക്കിംഗ് വൈസ് ഒന്നുകൂടെ ഓക്കെ ആയിരുന്നെങ്കിൽ അവർക്ക് ഗോൾ സ്കോർ ചെയ്യായിരുന്നു.
ഫ്രാൻസിൻ്റെ ഡിഫൻസ് കുറച്ച് ഷെയ്ക്കായിരുന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എനിവേ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ ഒരു തോൽവി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ ദിദിയർ ദശാംസ് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹം ഒലിവർ ജിറൂഡിനെ കൊണ്ടുവരുന്നുണ്ട്, റാൻഡൽ കൊളോമുവാനിനെ കൊണ്ടുവരുന്നുണ്ട്, കമവിംഗനെ കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ വെസ്ലെ ഫൊഫാനനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അവിടെ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ലീഡ് ഉയർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സംഗതിയൊന്നും അവർക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രാൻസ് നമ്മളെ നിരാശപ്പെടുത്തി. അതുപോലെ ഓസ്ട്രിയ അവർ ഡിഫെൻസീവ്ലി ആൻഡ് മിഡ്ഫീൽഡ് വൈസൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്തെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ ഫ്രാൻസിനെ പിടിച്ചു നിർത്തുന്നതിൽ വിജയിച്ചെങ്കിലും അറ്റാക്കിംഗ് വൈസ് അവർ വട്ടപൂജയായി പോയി. അവർക്ക് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് 1-2 എണ്ണം അത് സ്കോർ ചെയ്യാനോ അവർക്ക് കഴിഞ്ഞില്ല. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഇന്നലെ കുറച്ച് ചോരക്കളിയായിരുന്നു. അതായത് ഗ്രീസ്മാന് മറ്റേ ബോർഡിൽ പോയി തലയടിച്ച് ചോര വരുന്നതായിട്ടുള്ള കാഴ്ച കണ്ടു. പിന്നെ എംബാപ്പേൻ്റെ ഇഞ്ചുറി നമ്മൾ കണ്ടു. എംബാപ്പയ്ക്ക് മൂക്കിന് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പം അദ്ദേഹം സർജറിക്ക് വിധേയനാവുമെന്നാണ് നമ്മൾ നിലവിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ശരിയാവട്ടെ. അദ്ദേഹം ഇന്നലെ ഒരു ഹെഡറിന് വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഒരു ഡിഫൻഡറെ തോളിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിടിക്കുന്നത്, അങ്ങനെയാണ് ആ ഒരു ഇഞ്ചുറി പറ്റുന്നത്. ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പെയിൻഫുള്ളാണ്. അത് ഏത് പ്ലെയർക്ക് എപ്പോൾ സംഭവിക്കുകയാണെങ്കിലും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് തൻ്റെ ഇഞ്ചുറി പെട്ടെന്ന് ശരിയായിട്ട് ആ ഒരു സർജറിക്ക് ശേഷം പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ. ഫ്രാൻസിന് വേണ്ടിയിട്ട് ഈ ഒരു യൂറോ കപ്പിൽ അദ്ദേഹത്തിന് ഇനിയും പന്ത് തട്ടാൻ കഴിയുമായിരിക്കും, അങ്ങനെയാണ് വിചാരിക്കുന്നത്. എത്ര കാലം അദ്ദേഹം ഔട്ടായിരിക്കും എന്നുള്ള ന്യൂസ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. എനിവേ അദ്ദേഹത്തിന് ഇഞ്ചുറി പെട്ടെന്ന് ഭേദമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എനിവേ ഒരു കാൻ്റെ മാസ്റ്റർ ക്ലാസ് കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.